വടക്കേങ്കുലത്തു വാഴുന്ന പൊന്നു ഭഗവതിയെ ഞാനെടുത്തൊന്ന് കലവിളി ആടട്ടെ. പള്ളി വാഴും പതെഴുത്തവുമായി ഞാൻ തിരുമുന്നിൽ വന്നു കളി തുടങ്ങാൻ. അങ്ങനെ പള്ളി വാഴ കയ്യിലേതും തൂരട്ടി നല്ല ചെന്നി തിരുമുമ്പി ചെന്ന് കളി തുടങ്ങി. അങ്ങനെ കയ്യിലേതും തമ്പൂരട്ടി ഇനി ഞാനും മറന്നിടാം നല്ല ചാലും മറന്നിടുക ശ്രീധന മുതലേ വേറെയുണ്ടേ. അങ്ങനെ കളിവാല വസ്ത്ര വട്ടകം കയ്യിലേന്തും തമ്പൂരട്ടി തിരുമുന്നിൽ ചെന്ന് കളി തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ പടിഞ്ഞാറ് നടയിൽ വാഴാറു കല്ലറയിൽ ഏഴരവത്തി വിത്തവിടെ കിടപ്പതുന്നേ. കളിവാല വസ്ത്ര വട്ടകം കയ്യിലേന്തും തമ്പൂരട്ടി നല്ല ചെണ്ട് തിരുമുന്നിൽ ചെന്ന് കളി തുടങ്ങി. അങ്ങനെ അതിൽ നിന്നും മലപട്ടി വിത്ത് അകത്തോരു സ്ഥിഫാനമായി കരിക വേണ്ടു മലക്കും മുലമാഴും നല്ല പുനർച്ചനെ. അങ്ങനെ കളിവാല വസ്ത്ര വട്ടകം കയ്യിലേന്തും തമ്പൂരട്ടി നല്ല ചെണ്ട് തിരുമുന്നിൽ ചെന്ന് കളി തുടങ്ങി. അങ്ങനെ നെല്ലൊന്നും വിത്തൊന്നുമല്ല എന്നോടെ പൊന്മാക്കളെ, ആ വിത്ത് അസുരവിത്തെന്നാണ് അതിന്റെ പേര്. കളിവാല വസ്ത്ര വട്ടകം കയ്യിലേന്തും തമ്പൂരട്ടി നല്ല ചെണ്ട് തിരുമുന്നിൽ ചെന്ന് കളി തുടങ്ങി. അങ്ങനെ നീയെ വിത്തെന്ന് പറഞ്ഞാലും കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടിത്തെറിച്ചു പോകും. അങ്ങനെ കണ്ണ് കൊണ്ട് നോക്കി നീയെ വിത്തെന്ന് പറഞ്ഞാലും കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടിത്തെറിച്ചു. അങ്ങനെ നാവ് കൊണ്ട് ചൊല്ലി നീയെ വിത്തെന്ന് പറഞ്ഞാലും നാവിന്റെ കടപഴുത്ത് എറിഞ്ഞു പോകും. അങ്ങനെ നാവിന്റെ ചൊല്ലി നീയെ വിത്തെന്ന് പറഞ്ഞാലും നാവിന്റെ കടപഴുത്ത് എറിഞ്ഞു പോകും. അങ്ങനെ കൊണ്ടടി മോളെ കാളിയ മോളെ ശ്രീകുറുമ്പെ, ആ വിത്ത് അസുര വിത്ത് കൊണ്ടുപോകൊണ്ടടി ശ്രീകുറുമ്പെ. ആ വിത്തൊന്ന് മരുന്നാട്ടിൽ ചെന്നാൽ മനുഷ്യർക്കെല്ലാം ആപത്താണ്. ആ വിത്തൊന്ന് മരുന്നാട്ടിൽ ചെന്നാൽ മനുഷ്യർക്കെല്ലാം ആപത്താണ്. ആ വിത്തൊന്ന് മരുന്നാട്ടിൽ ചെന്നാൽ മനുഷ്യർക്കെല്ലാം ആപത്താണ്. അങ്ങനെ കളിവാല